ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വായിമാരുടെ ജോലിയൊക്കെ പോയിരിക്കും കേട്ടോ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ 3 മാസത്തിന് ശേഷമേ ഇനി എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അമ്മായിമാരാകെ ടെൻഷൻ അടിച്ച് നടക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. കാരണം ശ്രീനിയേട്ടനോട് പറഞ്ഞിട്ടും കാര്യമില്ല. ശ്രീനിയേട്ടൻ തന്നെ മറ്റൊരാളുടെ ഔദാര്യത്തിൽ കഴിയുന്നത് പോലെ ഇവിടെ ജീവിക്കുന്നത്. സ്വന്തം പെങ്ങൾമാർ ഏട്ടന്മാരോട് കാര്യങ്ങൾ സംസാരിക്കും. ഇതിലും നമുക്ക് നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം കേട്ടോ അമ്മായിമാർ. അതിനുശേഷം തന്നെ ഏട്ടന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ വീടും സ്ഥലവും ആണെങ്കിൽ ഞങ്ങളുടെ പേരിലും അല്ല. ഒന്നും കൊണ്ടും ഞങ്ങളിപ്പോൾ തോറ്റു പിന്മാറുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഈ സ്ഥലവും വീടും പോകാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് ശ്രീനിവാസൻ. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് മാനസയെ തന്നെയാണ് കേട്ടോ. മാനസയെ വിളിച്ചുകൊണ്ട് വരുണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ കൃഷി വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കൃഷി വന്നിട്ടില്ല എന്ന് പറയുന്നു. അവൻ ആ കൺമണിയുടെ കൂടെ ആയിരിക്കും. പിന്നെ അവൻ എന്ത് കണ്ടിട്ടാണ് മേഡത്തെ ഉപേക്ഷിച്ച് ആ കൺമണിയുടെ പുറകെ പോയിരിക്കുന്നത്? ഇതിന് മാത്രം എന്താണ് അവൾക്ക് പ്രത്യേകതയുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും സൗന്ദര്യവും ജോലിയും ഒക്കെ ഉള്ള മേഡത്തിനെ വിട്ടിട്ട് അവൻ പോവോ എന്നൊക്കെ പറയുന്നുണ്ട്. അവനൊരു സൈക്കോ ആണെന്ന രീതിയിലൊക്കെ വരുൺ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ കൺമണിയുടെ കയ്യിൽ നിന്ന് കൃഷ്ണനെ നീ രക്ഷിക്കണം. അതുപോലെ കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കൺമണിയെയും രക്ഷിച്ചെടുക്കണം. അതിനു വേണ്ട നടപടികൾ നീ സ്വീകരിക്കണം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി വന്നെന്ന് തോന്നുന്നു പറയുന്നു. ആ സൈക്കോ വന്നു, അവർ ശരിക്കിട്ട് പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മനസ്സെ എരിപിരി കൂട്ടുക കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ്ണയാട്ടോ കാണിക്കുന്നത്. കൃഷി അഭിനയിച്ച് തകർക്കാമെന്ന മട്ടിൽ തന്നെ അങ്ങോട്ട് കയറി വരുന്നു. അതിനുശേഷം തന്നെ മാനസിയോട് പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം തന്നെ മാനസയ്ക്ക് ഒരു അലിവൊക്കെ അപ്പോഴും തോന്നുന്നുണ്ട്. എന്താ കൃഷ്ണ, നീ എവിടെയായിരുന്നു? എൻ്റെ പൊന്ന് മാനസ, നീ എന്നെ തീരെ വിശ്വാസമില്ല അല്ലേ നിനക്ക് എന്നെ? അതുകൊണ്ടാണല്ലോ മഹിബാലിൻ്റെ വീട്ടിലേക്ക് നീ പോയത്. അവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ഇറങ്ങി. നീ എന്താ അത് മനസ്സിലാക്കാതെ? എന്നിട്ട് നീ ഓഫീസിൽ പോയി എന്നെ തിരക്കിക്കൊണ്ട് എല്ലാ സ്ഥലത്തും പോയി അല്ലേ? ഞാൻ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളത്? പിന്നെ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി. ആർക്കാ തെറ്റ് പറ്റാത്തത് മാനസേ? കാരണം ദൈവങ്ങൾക്ക് പോലും തെറ്റ് പറ്റിയിട്ടില്ലേ? അങ്ങനെ നീ കൂട്ടിയാൽ മതി. ഇനി ഒരിക്കലും തന്നെ നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. എനിക്ക് തെറ്റ് പറ്റിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുക നിന്നോടും അമ്മയോടും ഒക്കെ. അതുപോലെ തന്നെ നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ എപ്പോഴും ഒന്നാണ്. നീ പറയുന്നത് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ. ഇതുവരെ കാണുന്ന ഒരു കൃഷിയല്ല ഇനി മുതൽ കാണാനായിട്ട് പോകുന്നത്. എനിക്കെല്ലാം കൊണ്ടും ഇന്നലത്തെ ഒരു രാത്രി മനസ്സിലായിട്ടുണ്ട് കുറേ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ സോപ്പിട്ട് നിർത്തുന്നു കേട്ടോ. അപ്പോഴേക്കും മാനസയുടെ മനസ്സ് കുറച്ച് കലിഞ്ഞു. അതിനുശേഷം കൃഷി പറയുന്നുണ്ട്, ഞാനൊരു മഹാനടൻ തന്നെയാണ്. എന്തായാലും മഹാനടനുള്ള അവാർഡ് എനിക്ക് തന്നെയാണ്. അത്രയും ഗംഭീരമായിട്ടാണല്ലോ ഞാൻ അഭിനയിച്ച് തീർക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ആൻറ്റിമ്മ വന്നിട്ട് പറയുന്നുണ്ട്, കൃഷി നിൽക്കുക അവിടെ എന്ന് പറയുന്നു. ആൻറ്റിയമ്മ എന്താണ് ചോദിക്കുമ്പോഴത്തേനും നീ എവിടേക്കാടാ പോയതെന്ന് പറയുന്നു. ഇന്നലെ രാത്രി മുഴുവനും നിന്നെ ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. നീ എവിടെ പോയി? ഞങ്ങളുടെ അടുത്ത് ഒരു വാക്കും പറയാതെ. ആൻറ്റിയമ്മ എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിയമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ സാധിക്കില്ല. ഇന്നലെ ആൻറ്റിയമ്മ അടിച്ചതോടു കൂടി എനിക്ക് അത്രയും വിഷമം വന്നു. ആൻറ്റിയമ്മ ഇതിന് മുന്നേയും എന്നെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇത് ആൻറ്റിയമ്മയുടെ ഭാഗത്തുനിന്ന് തെറ്റേ ഇല്ല. ഞാൻ ഓരോ തെറ്റുകൾ വരുത്തി വെച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മനസ്സെ വിട്ടിട്ട് ഞാൻ പോവണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹേമ പറയുന്നുണ്ട്, കൃഷ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. ആൻറ്റിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എനിക്കൊരു വിഷമമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിയമ്മയാണെങ്കിലോ എന്നെ വഴക്ക് പറഞ്ഞു അടിച്ചു. ആൻറ്റിക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കാരണം ഞാൻ തെറ്റ് ചെയ്തതാണ് ആൻറ്റി, കാരണം മാനസിയോട് മാത്രം. അതുകൊണ്ട് തന്നെ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുന്നു. ഇനി ഒന്നും സംഭവിക്കില്ല. ഞാൻ ജയമോഹനോട് വിളിച്ചിട്ട് കാര്യങ്ങൾ വിചാരിച്ചതാണ്. ആൻറ്റി വിളിക്കാമെന്നല്ലേ വിചാരിച്ചത്. ഞാനൊക്കെ ആൻറ്റിയുടെ സ്ഥാനത്താണെങ്കിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിർത്തുക കേട്ടോ ചെയ്യുന്നത് കൃഷി. ഇനി മാനസ പറയുന്നത് പോലെ ഞാൻ ചെയ്യുള്ളൂ. അവളാണ് എനിക്ക് എല്ലാ ലോകവും.
ഇന്നലെ രാത്രി മുതൽ എനിക്കെല്ലാം മനസ്സിലായി, അവളെ എനിക്കും ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാനസിക ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. ആൻറ്റിയമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ, ആൻറ്റിയമ്മയല്ലേ എന്നെ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് നിർത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷ് പറയുന്നുണ്ട്, എന്തായാലും മാനസയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവളുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിച്ച് തീർക്കുക കേട്ടോ ക്രഷ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മാനസയോട് പറയുന്നുണ്ട്, ഞാനിത് കുളിച്ചിട്ട് വരട്ടെ മാനസ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുക എന്ന് പറയുന്നു. എൻ്റെ ടവലൊന്ന് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മാനസയെ അങ്ങ് സോപ്പിട്ട് നിർത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ ഹേമ പറയുന്നുണ്ട്, ചിലപ്പോൾ ഒക്കെ ആണുങ്ങൾ ഇങ്ങനെയാണ്, ദേഷ്യപ്പെടും, പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും സ്നേഹമായിരിക്കും, ഇനി തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറിയില്ലേ, ഇനി സന്തോഷമായിട്ട് ഇവർ ജീവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നീട് കൺമണിയും നമ്മുടെ ദേവ്ജിയാണ് കേട്ടോ കാണിക്കുന്നത്. ദേവ്ജിയുടെ വീട്ടിൽ കൺമണി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഓഫീസിൽ പോവാ കൺമണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും സർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റോ എന്ന് പറഞ്ഞിട്ട് നോക്കും, പുട്ടും അതുപോലെ തന്നെ ഇസ്റ്റു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ കൺമണി ഇവിടെ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചുണ്ടാക്കിയതാണ് സാറിന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഉള്ളത് വെച്ചോ, ഇത് ഉള്ളത് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൺമണി പൊളിച്ചേനെ എന്ന് പറയുന്നു. സാർ കഴിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഞാൻ വിളമ്പിത്തരാമെന്ന് പറയുന്നു. അത് വേണ്ട, കൺമണിക്ക് ഇത്രയും ഉണ്ടാക്കാൻ അറിയെങ്കിൽ എനിക്കിത് വിളമ്പിത്തരാൻ അറിഞ്ഞൂടെ, ഞാൻ വിളമ്പിത്തരാറുണ്ട്. രണ്ടുപേരും പരസ്പരം. ദേവ്ജി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട കൺമണി ഈ ഫുഡ് എന്ന് പറയുന്നു. എന്താ സാർ എന്ന് പറയുന്നു. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നും എനിക്കിത് വേണ്ടി വരും, പിന്നെ കൺമണിയുടെ സ്ഥിരമായിട്ട് നിന്നോ, അതാണ് നല്ലതെന്ന് പറയുന്നു. എന്നാലും ഞാൻ ഇവിടെ ചെറിയൊരു കടയിൽ നിന്നാണ് കഴിക്കുന്നത്, അയാൾക്ക് ഇനി കച്ചവടം ഉണ്ടാവും തോന്നില്ല, കൺമണി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയാൽ ഞാൻ അത് മുഴുവൻ കഴിക്കില്ലേ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ക്രഷ് വിളിക്കുന്നുണ്ട്, ആ കഥാനായകൻ വിളിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി, ഹേമയും മാനസയും അതുപോലെ ആൻറ്റിയമ്മയും എന്തൊക്കെ പറയുന്നു എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോഴത്തേനും എല്ലാം കിടിലമായിരുന്നു. ഞാനൊരു മഹാനടനാണ്, വലിയ നടനുള്ള ഫസ്റ്റത്തെ അവാർഡ് എനിക്കും, സെക്കൻഡ് ആരാന്ന് പ്രതീക്ഷിച്ച് ആരാന്ന് പറഞ്ഞാൽ മതി, അത്രയും ഗംഭീരമായിട്ട് തന്നെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു സാർ എന്ന് പറയുന്നു. എന്തായാലും കൊള്ളാം, എങ്കിലും കൺമണി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, നീ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൺമണി, ഞാൻ ഗംഭീരമായിട്ട് തകർക്കല്ലേ ഇവിടെ, കാരണം മാനസിക മാറ്റമ്മയ്ക്ക് ഹേമാൻറ്റിക്കൊന്നും ഒരു സംശയമില്ലാത്ത രീതിയിൽ തന്നെ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരമൊക്കെ സംസാരിക്കേണ്ടി വന്നു, എന്ത് ചെയ്യാനാണ്, അങ്ങനെ ദേഹത്ത് തൊട്ടിട്ടുള്ള പരിപാടിയൊന്നും വേണ്ടല്ലോ എന്നൊക്കെ കൺമണി പറയുന്നു. ചിലപ്പോഴൊക്കെ തൊടേണ്ടി വന്ന സാഹചര്യമാണെങ്കിൽ അതൊന്നും വേണ്ട സാർ എന്ന് പറയുന്നു. ശരി, കൺമണിക്ക് വേണ്ടിയിട്ടല്ലേ ഞാനതൊക്കെ ചെയ്യുന്നത്, എൻ്റെ കൺമണിയെ കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്യും, അതെനിക്ക് നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞ് കൺമണിയും പറഞ്ഞു മനസ്സിലാക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഹേമയും അതുപോലെ ആൻറ്റിയമ്മയും അതുപോലെ മാനസികയൊക്കെ കാണിക്കുന്ന ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നാലും കൃഷ് നല്ലപോലെ മാറിപ്പോയി, ചില ആണുങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വരുണ് പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യങ്ങളും യോജിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹേമ പറയുന്നുണ്ട്, അവൻ പോവാൻ പറ, ഇതെല്ലാം തന്നെ മാറിയില്ലേ, ഇനി നോക്കാം കൃഷിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മാനസയ്ക്ക്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്ന നാളെ പ്രമോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം കേട്ടോ.